എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. അതായത് 7-ാം തീയതി ഞായറാഴ്ച ഗ്യാസ് സിലിണ്ടറിൻ്റെ വില 14.2 കിലോഗ്രാം ഭാരം വരുന്ന ഇന്ത്യൻ HB ഭാരത് ആയിക്കോട്ടെ സിലിണ്ടറിന് 29 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. നാളെ മുതൽ സിലിണ്ടർ വിതരണം ചെയ്യുമ്പോൾ ഈ ഒരു നിരക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് 923 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഈടാക്കിക്കൊണ്ടിരുന്നത്. 923 രൂപ എന്ന് പറയുന്നത് എങ്കിലും അടിസ്ഥാന വില 930 രൂപയോളം എത്തുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ 60 രൂപയോളമാണ് ഗ്യാസ് സിലിണ്ടറിന് വർദ്ധിച്ചത്. അതിനുശേഷമുള്ള വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് 30 രൂപയുടെ അടുത്താണ് ഇപ്പോൾ നിലവിൽ ഗ്യാസ് സിലിണ്ടറിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ 960 എന്ന് പറയുന്ന അടിസ്ഥാന നിരക്കിലേക്ക് എത്തുകയാണ്. ഈ ഒരു 960 രൂപ മാത്രമല്ല നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാരണം ഗ്യാസ് വിതരണ ഏജൻസിയിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഗോഡൌണിൽ നിന്ന് ഇത് കൃത്യമായിട്ട് നമ്മുടെ വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അഡീഷണൽ ആയിട്ട് വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 5 രൂപ മുതൽ 50 രൂപ വരെ ദൂരം അനുസരിച്ച് കൂടി നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 960 രൂപയും അതോടൊപ്പം തന്നെ പ്ലസ് ഒരു 50 രൂപയും കൂടെ വരുമ്പോൾ 1010 രൂപ ഗ്യാസ് സിലിണ്ടറിന്റെ വില എത്തുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിൽ പലരിൽ നിന്നും ഇപ്പോൾ തന്നെ 1000 അല്ലെങ്കിൽ അതിനടുത്ത തുകയാണ് വാങ്ങുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ ഇനി ഒരു 29-30 രൂപ കൂടി കൂട്ടിയേക്കുക. അതായിരിക്കും അടുത്ത തവണ മുതൽ നമ്മൾ ഗ്യാസ് സിലിണ്ടർ എടുക്കുമ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. സാധാരണക്കാർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ധനക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യമാണ്. കരുതി ഉപയോഗിച്ചില്ല എങ്കിൽ വീണ്ടും ഷോർട്ടേജുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുമാത്രമല്ല പഴയ കാലത്ത്, അതായത് വിറകടുപ്പിൻ്റെ ഒരു യുഗത്തിലേക്ക് മടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഉൾപ്പെടെ ചിലപ്പോൾ നേരിടുവാൻ സാധ്യതയുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇത് പ്രായോഗികം അല്ലാത്തതിനാലാണ് 26ാമത്തെ ദിവസം, അതായത് അവർക്ക് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 46ാമത്തെ ദിവസമാണ് ഈ ഒരു നിയമവ്യവസ്ഥയിൽ മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ബുക്കിംഗ് ലിമിറ്റേഷനിലും മാറ്റമില്ല. 26, 46 എന്നിങ്ങനെ, അതായത് 25 ദിവസം ലോക്കിംഗ് പീരീഡ് ആണ്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ 45ാമത്തെ ദിവസത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അതിനുശേഷമായിരിക്കും തൊട്ടടുത്ത ദിവസമായിരിക്കും നമുക്ക് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോണിക് KYC ആണ്. ഗ്യാസ് സിലിണ്ടർ നമുക്ക് ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ KYC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വെരിഫിക്കേഷനിലൂടെ അതോടൊപ്പം തന്നെ ഫേസ് ഓതന്റിഫിക്കേഷനിലൂടെ നിലവിൽ പാചകവാതകത്തിന്റെ ഉടമ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ ഉടമ ഈ KYC ചെയ്ത് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഗ്യാസ് സിലിണ്ടറിന് കൂടുതൽ ഷോർട്ടേജ് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ KYC ചെയ്ത വീടുകൾക്കായിരിക്കും മുൻഗണന നൽകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഗ്യാസ് വിതരണം നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.